ഇന്നും വന്നിരിക്കുന്ന കുറച്ച് നല്ല നല്ല ടിപ്പുകളായിട്ടാണ്. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ടേസ്റ്റി കറി. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ഓൾ എന്ന ബെല്ലൈക്കനോട്ട് ഒന്ന് എനേബിൾ ചെയ്ത് വെക്കാൻ ഓർമ്മിപ്പിക്കുന്നു. എങ്കിൽ മാത്രമേ ഞാൻ വീഡിയോ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. ആദ്യത്തെ ടിപ്പിന് വേണ്ടി എടുത്തിരിക്കുന്നത് മല്ലിയിലയാണ്. അപ്പോൾ ഞാൻ കടയിൽ നിന്ന് മേടിച്ചുകൊണ്ട് വന്നിട്ട് അത് കഴുകി ഉണങ്ങി എടുത്തിരിക്കുന്ന മല്ലിയിലയാണ്. മല്ലിയിലയുടെ ആ കട്ടയായിട്ടുള്ള തണ്ടുകളൊക്കെ ഒന്ന് മാറ്റി കൊടുത്തിട്ട് പിന്നെ അത് ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ടൊരു ബോക്സിനകത്തോട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ ബോക്സിനകത്തോട്ട് വെച്ച് കൊടുത്തപ്പോൾ ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ടാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ അപ്പോൾ 2-3 ദിവസം ആകാൻ കഴിയുമ്പോഴത്തേനും നമുക്ക് ഇതിൽ നിന്ന് ഫ്രിഡ്ജിനകത്ത് വെക്കുമ്പോൾ ഒരു ഈർപ്പം ഇറങ്ങും. അപ്പോൾ ആ ഈർപ്പമൊക്കെ ആ ടിഷ്യൂ പേപ്പർ വലിച്ചെടുത്ത് എപ്പോഴും ഡ്രൈ ആയിട്ട് ഇരിക്കാൻ സഹായിക്കും. പിന്നെ നമുക്ക് ഇങ്ങനെ എടുത്ത് വെക്കുവാണെങ്കിൽ 2 ദിവസത്തിന് ഇങ്ങനെ എടുത്ത് വെക്കുകയാണെങ്കിൽ നമ്മുടെ രാവിലത്തെ പണികളൊക്കെ ഭയങ്കര എളുപ്പമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ കറികളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് വന്നെടുത്താൽ മതി. അതേസമയം നമ്മൾ ഇങ്ങനെ ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ നമ്മളത് എടുത്ത് കഴുകി എടുത്ത് ഒക്കെ വരുമ്പോഴത്തേന് ചോപ്പ് ചെയ്തൊക്കെ വരുമ്പോഴത്തേന് നമ്മുടെ പണികളവിടെ സമയത്ത് നടക്കത്തില്ല. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് അത് ഇട്ടാൽ മതിയല്ലോ. ഫ്രിഡ്ജിനകത്ത് നിന്ന് എടുത്തിട്ട് അങ്ങോട്ട് കറിക്കകത്തോട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം നമ്മുടെ പണികൾ എളുപ്പമാകാൻ ഇതുപോലുള്ള ചെയ്ത് വെക്കുകയാണെങ്കിൽ വളരെ സഹായകരമായിരിക്കും. ഈ രീതിയിൽ നമ്മൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമ്മൾ രാവിലത്തെ ടിഫിൻ ബോക്സ് കിട്ടുന്ന സമയത്തൊക്കെ ഭയങ്കര ധൃതിയായിരിക്കും. ആ സമയത്തൊക്കെ നമ്മുടെ പണികളൊക്കെ കുറച്ചുകൂടി എളുപ്പമായി കിട്ടും. അടുത്തെടുത്തിരിക്കുന്ന പയറിൻ്റെ പാക്കറ്റാണ്. നമ്മൾ കടയിൽ നിന്ന് മേടിച്ചുകൊണ്ട് വന്നിട്ട് നമ്മൾ ആവശ്യത്തിനൊക്കെ നമ്മളത് പാക്കറ്റ് പൊട്ടിച്ചിട്ട് എടുക്കും. അത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ നമ്മൾ ഡപ്പയിൽ ഇട്ട് വെക്കണം. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഡപ്പയിൽ അങ്ങനെ ഇട്ട് വെക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ ഡപ്പ ഇല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ തന്നെ ഈ കവറിനകത്ത് തന്നെ നമുക്ക് സൂക്ഷിച്ച് വെക്കാം. അപ്പോൾ ഞാനൊരു കുപ്പി എടുത്തിട്ടുണ്ട്. കുപ്പിയുടെ ആ ടോപ്പ് പാർട്ട് ഞാൻ ശകലം മുറിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ മുറിച്ചെടുത്തിട്ട് കുപ്പിയുടെ ക്യാപ്പ് ഇരിക്കുന്ന ആ ടോപ്പ് പോർഷനാണ് മുറിച്ചെടുക്കുന്നത്. എന്നിട്ട് ക്യാപ്പ് ഊരി മാറ്റിയിട്ട് ആ ഹോളിൽ കൂടെ നമുക്ക് കവറിൻ്റെ ആ എക്സ്ട്രാ ഉള്ള പാർട്ട് ഈ ഹോളിൽ കൂടെ കയറ്റി ഇത് പുറത്തോട്ടാക്കി ഇതിൽ കാണിച്ചിരിക്കുന്ന പോലെ തന്നെ ചെയ്യുക. ആ പുറത്തോട്ട് ഇറക്കിയിട്ട് ആ ക്യാപ്പ് വെച്ച് തന്നെ നമുക്ക് ഇത് ടൈറ്റായിട്ട് ക്ലോസ് ആക്കി വെക്കാം. ഇങ്ങനെയാകുമ്പോൾ നമുക്ക് ആവശ്യമുള്ള സമയത്ത് ഇതിൽ നിന്ന് നമുക്ക് വളരെ ഈസി ആയിട്ട് എടുക്കാനും പറ്റും. അതുപോലെ ഈസി ആയിട്ട് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനും പറ്റും. അപ്പോൾ ഞാൻ ആദ്യം മുറിച്ചെടുത്തപ്പോൾ ആ കവറിന് എക്സ്ട്രാ ആയിട്ടുള്ള ആ പോർഷൻ കൂടുതൽ നീളമില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുപ്പി കുറച്ചുകൂടെ ഒന്ന് ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ നമ്മൾ ഉണ്ടാക്കി ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു പ്രാവശ്യം ഒന്ന് ഉണ്ടാക്കിയാൽ മതി. പിന്നെ നമ്മൾ ഈ കവർ തീരുമ്പോൾ നമുക്ക് മാറ്റണമല്ലോ. അപ്പോൾ അടുത്ത കവർ പൊട്ടിക്കുക. അപ്പോൾ ആ അടുത്ത കവർ നമുക്ക് ഇതുപോലെ തന്നെ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് 1-2 പ്രാവശ്യം ഒന്നും ഉണ്ടാക്കിയാൽ മതി. അത് പിന്നെ അടുത്ത അതിനൊക്കെ നമുക്ക് ഇതുപോലെ തന്നെ ഉപയോഗിക്കാവുന്നതാണ്. അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ തുണികളൊക്കെ നന്നായിട്ട് തേച്ച് എടുത്തുകൊണ്ട് വരും. എന്നിട്ട് നമ്മൾ ഹാങ്ങറെ തൂക്കിയിടും. ഹാങ്ങറെ തൂക്കിയിടുമ്പോൾ നമ്മൾ ആ തൂക്കിയിടുന്ന ഭാഗത്ത് ഹാങ്ങറിൻ്റെ ഒരു പാട് നമ്മുടെ തുണിയിൽ ഉണ്ടാവും. പിന്നീട് നമ്മൾ ഹാങ്ങറിൽ നിന്ന് എടുക്കുമ്പോൾ ആ പാടുണ്ടാവും. അപ്പോൾ ആ പാട് ഇല്ലാതിരിക്കാനായിട്ട് വളരെ സിമ്പിളായിട്ട് ഇതുപോലൊന്ന് ചെയ്ത് നോക്കിയാൽ മതി. വളരെ സിമ്പിളാണ്. അപ്പോൾ ഞാൻ കുറച്ച് ന്യൂസ് പേപ്പർ എടുത്തിട്ടുണ്ട്. ആ ന്യൂസ് പേപ്പർ ചെറുതായിട്ടൊന്ന് മടക്കിയിട്ട് ഈ ഹാങ്ങറിനെ കൂടെ ആക്കിയിട്ട് സ്റ്റാപ്ലർ വെച്ചൊന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ അടിച്ചു കൊടുക്കുമ്പോൾ അവിടെ ആ ഹാങ്ങറെ കൂടെ ഈ പേപ്പർ കവർ ചെയ്ത് അവിടെ ടൈറ്റായിട്ട് അവിടെ ഇരുന്നോളും. പിന്നെ അത് പോകത്തില്ല, താഴെ പോകത്തില്ല. എന്നിട്ട് നമുക്കിടെ എന്ത് തുണിയാണോ ഉള്ളത് നമ്മൾ തേച്ച് വെച്ചിരിക്കുന്നത് അത് ഈ ഹാങ്ങറിൽ ഇട്ട് കൊടുക്കാവുന്നതാണ്. അങ്ങനെയാകുമ്പോൾ ആ ഹാങ്ങറിൻ്റെ ആ പാട് നമ്മുടെ തുണിയിൽ ഉണ്ടാവില്ല. ഇന്നത്തെ എല്ലാ ടിപ്പും എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. എല്ലാവർക്കും വളരെ യൂസ്ഫുള്ളായെന്ന് കരുതുന്നു.
ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ഫാമിലിക്കും ഫ്രണ്ട്സിനും. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും മറന്നു പോരുത്. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ഓൾ എന്ന ബെല്ലൈക്കോട്ടൊന്ന് എനേബിൾ ചെയ്ത് വെക്കുക. എങ്കിൽ മാത്രമേ ഞാൻ പിന്നീട് ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടി അപ്പോൾ തന്നെ വാച്ച് ചെയ്യാൻ പറ്റുകയുള്ളൂ. ഇനി വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവരെയും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.